സെക്രട്ടേറിയറ്റ് വളപ്പിലെ വേലുത്തമ്പി ദളവ പ്രതിമയിൽ പുറത്തുനിന്നുള്ളവരുടെ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും വിലക്കി പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ്. മെയ് 6-നും ജനുവരി 11-നും ഏതെങ്കിലും ഒരു മന്ത്രിയോ ചീഫ് സെക്രട്ടറിയോ മാത്രം പുഷ്പാർച്ചന നടത്തും. സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് പൊതുജനങ്ങളെയും സംഘടനകളെയും വിലക്കിയത്. കെ.ആർ. സാജു വിവരങ്ങൾ നൽകും. സാജു, ഇത്തരമൊരു വിലക്കിന് പിന്നിൽ എന്താണ്? സെക്രട്ടേറിയറ്റ് വളപ്പിനകത്ത് പൊതുജനങ്ങൾക്ക് കടന്ന് ഇത്തരമൊരു കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള സുരക്ഷാ പ്രശ്നം മുൻനിർത്തിയാണോ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഇപ്പോൾ? ജിൽസി, സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിലാണ് വേലുത്തമ്പി ദളവയുടെ പ്രതിമയുള്ളത്. ഇവിടെ സാധാരണ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ജന്മദിനമായ മെയ് 6-നും അതുപോലെ തന്നെ കുണ്ടറ വിളംബരത്തിന്റെ വാർഷികമായ ജനുവരി 11-നുമാണ് പുഷ്പാർച്ചന നടത്താറുള്ളത്. അതിന് വിവിധ സാംസ്കാരിക സംഘടനകൾ, ട്രസ്റ്റുകൾ, വ്യക്തികൾ ഇവർക്കൊക്കെ അനുമതി നൽകാറുണ്ട്. എന്നാൽ ഇനി മുതൽ പുറമേ നിന്നുള്ളവർ അകത്ത് കടന്ന് അവിടെ പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തുന്നത് വേണ്ടതില്ല എന്ന തീരുമാനമാണ് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പ് എടുത്തിരിക്കുന്നത്. അതിന്റെ കാര്യമായി പറയുന്നത് ഇത് സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പകരമായി ഇനി ഈ മെയ് 6-നും അതുപോലെ തന്നെ ജനുവരി 11-നും ചീഫ് സെക്രട്ടറിയോ അതല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മന്ത്രിയോ മാത്രം ഹാരാർപ്പണവും പുഷ്പാർച്ചനയും ഒക്കെ നടത്തിയാൽ മതി എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷ തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്ക് കർശന നിയന്ത്രണമുണ്ട്. സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും മന്ത്രി ഓഫീസിൽ പോകണമെങ്കിൽ തന്നെ അവിടെ നിന്നുള്ള അനുമതി മുൻകൂർ വാങ്ങി അവർ ഗേറ്റിൽ വിളിച്ചു പറഞ്ഞാൽ മാത്രം കയറ്റിവിടുന്ന രീതിയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഉള്ളത്. സമാനമായ രീതിയിലേക്ക് മറ്റു കാര്യങ്ങൾ കൂടി മാറുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നും വിലയിരുത്താൻ. ഏതാനും ഒരു മാസം മുമ്പോ മറ്റോ ആണ് എന്ന് തോന്നുന്നു, നേരത്തെ ഏതോ ഒരു സംഘടന നടത്തിയ പരിപാടികൾ മെയ് 6-ന് തന്നെയാണ് എന്നാണ് ഓർക്കുന്നത്. ഒരു സംഘടന നടത്തിയ പരിപാടിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ അകത്ത് കയറി പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്ക് അന്ന് പ്രവേശനം ഒക്കെ ലഭിച്ചിരുന്നതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി വിഭാഗത്തിൽ നിന്നും പരാതികൾ പോയതായി കേട്ടിരുന്നു. അതിന്റെ കൂടി ഭാഗമായിരിക്കാം സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് എന്ന പേരിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു വിലക്ക് പൊതുജനങ്ങൾക്കും സാംസ്കാരിക സംഘടനകൾക്കും ട്രസ്റ്റുകൾക്കും കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇനി വേലുത്തമ്പി ദളവയുടെ പ്രതിമയിൽ സർക്കാർ പ്രതിനിധി മാത്രം പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തിയാൽ മതി എന്ന തീരുമാനത്തിലേക്കാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ജിൽസി. ശരി, കെ.ആർ. സാജു ആണ് വിവരങ്ങൾ നൽകിയത്.